ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ കാണുന്ന ഫാമിലി വ്ളോഗുകൾ, ഈ ഫാമിലി വ്ളോഗുകളുടെ 100% കണ്ടന്റും എന്താണ്? കല്യാണം എന്ന് പറഞ്ഞ വല്ലാത്ത എന്തോ ഒരു കുത്തിക്കണീസാണ്. അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ഇടങ്ങേറാവും. ആണിനെ കൊണ്ട് പെണ്ണും, പെണ്ണിനെ കൊണ്ട് ആണും കുടുങ്ങും. ഇത് എന്നും അടിയാണ്, എന്നും തർക്കങ്ങളാണ്. അധിക വീഡിയോകളിലും കാണുന്നത് അതാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ കാണുന്നില്ല. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ഭാര്യയും ഭർത്താവ് അടി കൂടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും വളരെ സ്നേഹത്തിലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് തർക്കിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്. പിന്നെ ആരാണ് ഈ നെറേറ്റീവ് ഇവിടെ ഉണ്ടാക്കുന്നത്? ആരാണ് ഈ ചിന്ത ജനങ്ങളുടെ വളർന്നു വരുന്ന ആൾക്കാരുടെ മനസ്സിൽ? പിന്നെ വെറുതെയാണോ കുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തത്? ഇതെന്തോ വല്ലാത്തൊരു പ്രയാസമാണ് എന്ന് വിചാരിച്ച് നടക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞ്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു റഹ്മത്ത്, കാരുണ്യവും സ്നേഹവും ഇട്ടു തരുന്ന പറഞ്ഞത്. കല്യാണം കഴിച്ച ആളുകൾ, ആ ദമ്പതിമാരുടെ മനസ്സ്, അവർ മര്യാദക്കുന്ന പിന്നെ അവരുടെ ജീവിതം പരിശുദ്ധ ദീനിനനുസരിച്ചാവണം. അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി സ്നേഹം ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട പിന്നെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഭാര്യമാരായവരെ, കുടുംബിനികളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാ? നിങ്ങളുടെ ഉമ്മയേക്കാൾ ബാപ്പയേക്കാൾ നിങ്ങൾ ഭർത്താവിനല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറയാ? ജീവിതത്തിൽ ഒന്നാമതായി കാണുന്നത് ഈ കൂട്ടത്തിലെ ഭൂരിഭാഗം ആളുകളും അങ്ങനെ ആയിരിക്കും. പിന്നെ ചില ഭർത്താക്കന്മാർ വളരെ മോശപ്പെട്ട സ്വഭാവം കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുമ്പോൾ അവർ വെറുത്തു പോവുകയാണ്. അതല്ല ഞാൻ പറയുന്നത്. സ്വന്തം ഉമ്മയേക്കാൾ, സ്വന്തം ബാപ്പയേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കൊരു ജീവിതം തന്ന, നിങ്ങളെ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ മക്കളുടെ ഉപ്പയായ നിങ്ങളുടെ ഭർത്താവിനല്ലേ? എവിടെ അടിയും പിടിയുള്ളത്? ഇത് കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റായ ചിന്ത ഉണ്ടാക്കുകയാണ്. കല്യാണം കഴിച്ച പിന്നെ കുടുങ്ങിപ്പോയി, പിന്നെ കാല് കെട്ടിയ പോലെയാണ്. അങ്ങനെ കുടുംബ ജീവിതത്തെ തകർക്കുക, സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുക. എന്നിട്ട് പിന്നെ ഇതേപോലെ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും അധികരിക്കുക. ആരാൻ്റെ മക്കൾ കൊല്ലപ്പെട്ട ഇവർക്കെന്താ? ഒരു കുഴപ്പമില്ല. പക്ഷേ മക്കൾ നമ്മുടേതാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ഞാൻ പറയുന്നത്, ഇന്ന് സമൂഹം എത്രത്തോളം കുത്തഴിഞ്ഞു പോയിട്ടുണ്ടോ അതിനേക്കാളും കുത്തഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നത്. ഈ പരിശുദ്ധമായ ദീനിന്റെ വെളിച്ചം അവർ ഏറ്റെടുത്തപ്പോഴാണ് അവർ ഗോൾഡൻ ഏജിന്റെ ആളുകളായി മാറിയത്. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിഹാരം. എൻ്റെ പടച്ചോനത് ഇഷ്ടപ്പെടുവോ എന്ന് ചിന്തിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മുത്തുനബി തങ്ങൾ അത് കാണുമല്ലോ, ഹബീബിനത് ഇഷ്ടപ്പെടുവോ? നാളെ മഹ്ശറിൽ ഞാൻ എങ്ങനെയാ അവിടുത്തെ അരികിലേക്ക് ചെല്ലുക എന്നാലോചിക്കുക. ആ ആലോചനയോടുകൂടി തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പോലും വല്ലാത്ത ഒരു മാധുര്യമുണ്ടാകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദുനിയാവിലെ 3 കാര്യങ്ങൾ പറഞ്ഞു ഇഷ്ടമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയെ എനിക്കും 3 കാര്യങ്ങൾ ഇഷ്ടമുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമതായി അന്നദുറു ഫീ വജ്ഹിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ പരിശുദ്ധമായ പാൽനിലാവിന്റെ പൊന്നമ്പിളി തിങ്കൾ കലയായ ആ പരിശുദ്ധ പ്രകാശം വമിക്കുന്ന മനോഹരമായ പൂമുഖത്തേക്ക് നോക്കി നിൽക്കലാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എൻ്റെ മക്കളെ കാണലല്ല, എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പിന്നെ ചെലവഴിക്കുന്ന സമയമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേരം നബിയെ നിങ്ങളടുത്തിരിക്കുന്ന നേരമാണ്. അതൊരു ലഹരിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ അങ്ങനെ ആയിരുന്നു, നബുവത്തിന്റെ മുമ്പും അങ്ങനെ തന്നെ. അത് വല്ലാത്തൊരു ജീവിതമാണ്. അത് മറ്റുള്ളതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ ബാക്കിയുള്ള സ്വഹാബിമാരും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അവരെ മുത്തനബി തങ്ങൾ മാറ്റിയെടുത്തതാണ്. രണ്ടാമതായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള രണ്ടാമത്തെ കാര്യം അങ്ങേക്കു വേണ്ടി എൻ്റെ സമ്പത്ത് ചെലവഴിക്കലാണ് യാ റസൂലല്ലാഹ്. എൻ്റെ സ്വത്ത് അങ്ങേക്ക് വേണ്ടി ഇങ്ങനെ ചെലവഴിക്കുക. ഒരാളോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എത്രയും നമ്മൾ ചെലവാക്കും. ആ ഇഷ്ടമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തം സ്വത്ത് പോലെയായിരുന്നു. സമ്മതം പോലും ചോദിക്കണ്ട, എടുത്ത് ചെലവാക്കാം, ഒരു കുഴപ്പമില്ല. ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്കുള്ളതാണെന്ന് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ജീവിതം. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയിട്ട് എത്ര കാലമായി. പക്ഷേ പരിശുദ്ധ മദീനത്ത് ആര് ചെല്ലുന്നുവോ അവരാദ്യം ആ മനോഹരമായ സ്വർണ്ണ നിറമുള്ള ഗ്രില്ലുകൾക്ക് മുമ്പിൽ വന്നു നിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ. ആ മനോഹരമായ ദിക്റുകളാണ് ആ സ്വർണ്ണ നിറമുള്ള ലോഹത്തിൽ ഇങ്ങനെ അവിടെ എഴുതിയിട്ടുള്ളത്. ആ 3 ജനലുകളെ പോലെയുള്ള സ്ഥലത്ത് അവിടെയാണ് നമ്മൾ നേരത്തെ ഓതിയ ആയത്തുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന് പറയുന്ന ആയത്തുള്ളത്. ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. ആ ആയത്തും അവിടെ കാണാം. അതുപോലെ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. ഈ
ഈ മൂന്നായത്ത് 3 കമാനങ്ങളാണുള്ളത്. ആ 3 കമാനങ്ങളിലും ആ 3 ആയത്ത് എഴുതിയത് കാണാം. ആ ചുമരിന്റെ അപ്പുറത്താണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നോക്കിയിരിക്കുന്നത്. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചേരണ പൂതിയും പൂണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആര് ഹബീബായ മുത്തുനബി തങ്ങളോട് സലാം പറയാൻ പോയാലും ഒരടി വലത്തോട്ട് മാറി നിന്നിട്ട് ആ സിദ്ദീഖ് തങ്ങളോട് സലാം പറയാതെ ആരും പോണില്ല. അത്ര വലിയ സ്ഥാനം കിട്ടിയില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനൊന്നും നിൽക്കാതെ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു പറഞ്ഞ് മക്കത്ത് ജീവിച്ചിരുന്നെങ്കിലോ മരണപ്പെട്ടു പോയ മണ്ണോട് അലിഞ്ഞുപോയി. പിന്നെ ആരോർക്കുവാനാണ്? അബൂജഹലിനെ ആരാ ഓർക്കണത്? ഉത്ബയെയും ഷൈബത്തിനെയും വലീദിനെയും ഒക്കെ വെറുപ്പോടുകൂടിയല്ലാതെ ഓർക്കുന്ന ഒരാളെയെങ്കിലും ലോകത്ത് കാണാൻ കഴിയുമോ? അതാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനിന്റെ വെളിച്ചം ഒരാളുടെ കൽബിൽ കടന്നു വന്നാൽ പിന്നെ അവന്റെ ജീവിതം അനശ്വരമാണ്. ആ ജീവിതത്തിന് പിന്നെ ജനങ്ങളുടെ മനസ്സിൽ അന്ത്യമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ അടിമയാണ്. മനുഷ്യന്റെ സ്ഥാനം പോലും ലഭിക്കാതെ ജീവിച്ച ഒരു മനുഷ്യന്റെ സ്ഥാനം പോലും കിട്ടിയിട്ടില്ല. മൃഗങ്ങളെപ്പോലെ അടിമച്ചന്തകളിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വിൽക്കുക ചെയ്തത്. പക്ഷേ ഇന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഓർക്കാത്തവരാരുള്ളത്? ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഉമയ്യത്തിനെ ഇന്ന് ആരാ ഓർക്കണത്? അഹദെന്ന തിരുമന്ത്രം മൊഴിഞ്ഞന്ന് ബിലാലത ആ മണൽ മെത്തപ്പൂറം കിടന്നിടുന്നു. അതിക്രൂരമർദ്ദനങ്ങൾ സഹിച്ചിട്ടും ഓരോ തുള്ളി മിഴിനീര് പോലും മുത്ത് ഒഴുക്കിയില്ല. മിഴിനീര് പോലും മുത്ത് ഒഴുക്കിയില്ല. സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലെ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ കിടന്നിട്ട് പുളയുന്ന നേരത്തും ആ മനസ്സിന്റെ അകം ശാന്തമായിരുന്നു. ശരീരത്തിൽ വല്ലാത്ത വേദനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴും ആ മനസ്സിന്റെ ഉള്ളറ ശാന്തമായിരുന്നു. അത് മുത്തുനബി തങ്ങളോടുള്ള വല്ലാത്ത മഹബത്തിന്റെ ലഹരിയാൽ മധുരം നുണയുകയായിരുന്നു. എല്ലാം അങ്ങനെ തന്നെയാണ്. മഹതിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുന്ന നേരത്തെ എന്താ ദുആ ചെയ്ത്? ഫിർഔൻ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്, ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. അവസാന ആസിയ ബീവി ദുആർന്നത് എന്താ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് തരണേന്നല്ല, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നിന്റെ സാമീപ്യത്തിൽ, പടച്ചവനെ എനിക്ക് നിന്റെ സാമീപ്യമാണ് വേണ്ടത് റബ്ബേ. അതാണ് മാധുര്യം. അല്ലാഹുവേ അതനുഭവിക്കാൻ മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒമാനിൽ കടന്നു ചെന്നാൽ ഒമാനിലെ സലാലയിൽ മനോഹരമായ ഭൂപ്രകൃതിയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പച്ചപ്പുള്ള മനോഹരമായ മലനിരകളും നല്ല സുന്ദരമായ പിന്നെ അരുവികളൊക്കെയുള്ള മനോഹരമായ സലാല, ഒമാനിലെ സലാല. അവിടെ മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുണ്ട്. ഒരു അഭിപ്രായമാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മക്ബറ ഉള്ളതെന്ന്. ആ മക്ബറയിലേക്ക് ഇങ്ങനെ കടന്നു ചെന്ന് അവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സ് പിന്നെ പറന്നു പോകാത്തവരുണ്ടാവോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം മൂത്ത് ലഹരിയായി മാറിയൊരു മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി ഹബീബായ തങ്ങൾ പറഞ്ഞതെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോടാ പറഞ്ഞത്, നിങ്ങൾ അദ്ദേഹത്തോട് ദുആ ചെയ്യിപ്പിച്ചോളൂ എന്ന്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട് ആ കൂട്ടത്തില്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അത്ര വലിയ മഹാന്മാരായ സ്വഹാബിമാരോട് പറയാ, നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ ദുആ ചെയ്യിപ്പിച്ചോളൂ റളിയല്ലാഹു അൻഹു. ആ മനസ്സ് അത്രമേൽ തെളിയാൻ കാരണം എന്താ? മെലിഞ്ഞുള്ളൊരു മേനിയതാ, മുഷിഞ്ഞുള്ളൊരു വേഷം സദാ. മെലിഞ്ഞുള്ളൊരു മേനിയതാ, മുഷിഞ്ഞുള്ളൊരു വേഷം സദാ. മഹബൂബരെ തേടും വ്യഥാ, തീർക്കുന്നൊരു വൈസിൻ കഥ. കറനങ്ങാടിയിൽ വരും കരൾ പൊട്ടിയവർ ചോദിക്കും, മദീനക്കാരുണ്ടോ, മദീനക്കാരുണ്ടോ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ, യമനിലെ ഖറനിൽ മുറാദ് ഗോത്രത്തിൽപ്പെട്ട ആമിറിന്റെ പുത്രനായ ഉവൈസ് റളിയല്ലാഹു അൻഹു, ആ മനുഷ്യന്റെ ശരീരപ്രകൃതി, നിറം, സ്വഭാവം എല്ലാം പറഞ്ഞു കൊടുക്കുക. നബൂവത്തിന്റെ കണ്ണുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിക്കാണുകയാണ്. വെള്ളപ്പാണ്ട് രോഗം ബാധിച്ച ആളായിരുന്നു. ആ രോഗം ഭേദപ്പെട്ട അവസാനം വയറിന്റെ ഭാഗത്ത് ഒരു നാണയത്തിന്റെ വലിപ്പത്തിലുള്ള വെളുത്ത നിറം ബാക്കി വന്നിട്ടുണ്ട് എന്നുവരെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ മദീനത്തിരുന്നു കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്. യമനിലെ ഖറൻ എന്ന് പറയുന്ന പ്രദേശത്തെ മുറാദ് ഗോത്രത്തിലെ ആമിറിന്റെ പുത്രനായ ഉവൈസ്. വിളിയാളത്തിന് മറുപടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹജ്ജിന്റെ സീസണിൽ ജബൽ അബി ഖുബൈസിന്റെ മലമുകളിൽ കയറിയിട്ട് വിളിച്ചു ചോദിക്കുകയാണ് ഉവൈസ് ബിൻ ആമിറിനെ കുറിച്ച്. അവസാനം ആ വിളിയാളത്തിന് മറുപടി ലഭിക്കുക തന്നെ ചെയ്തു. അതെ, ഞാനാണ് ഉവൈസ്. പൊടിപുരണ്ട വസ്ത്രമാണ്, ചെളിപുരണ്ട ശരീരമാണ്, ജടകുത്തിയ മുടിയാണ്. ആ നാട്ടിലുണ്ടായിരുന്ന കുട്ടികൾ ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ച് കല്ലെറിഞ്ഞിരുന്ന മനുഷ്യനാണ്. ആ കല്ലേറുകളെ പൂമാല പോലെ പുഞ്ചിരിയോടെ സ്വീകരിച്ച സാധുവായ മനുഷ്യൻ. ആ മനുഷ്യൻ അരികിലേക്ക് സ്വഹാബിമാര് വന്ന് പൊതിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി ദ്വാരക്കണേ. സ്വഹാബിമാരാ പറയുന്നത് ഒരു സ്വഹാബിയല്ലാത്ത മനുഷ്യനോട്. ആ മനുഷ്യന്റെ സ്ഥാനം എന്ത്, പ്രിയപ്പെട്ടവരെ! പരിശുദ്ധമായ മദീനയിൽ നിന്ന് കടന്നു വരുന്ന യാത്രാ സംഘങ്ങളെ തേടിയിട്ട് തന്റെ നാടായ ഖറൻ എന്ന് പറയുന്ന അങ്ങാടിയിൽ ചെന്ന് നിൽക്കുകയാണ്. ദൂരെ നിന്ന് കടന്നു വരുന്ന യാത്രാ സംഘങ്ങളെ കാണുമ്പോൾ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, നിങ്ങൾ മദീനയിൽ നിന്ന് വരുന്നവരാണോ? മദീനത്തു നിന്ന് വരുന്നവരുണ്ടോ? ഞങ്ങൾ മദീനത്തു നിന്നാണ് വരുന്നത് ഏതെങ്കിലും ഒരു സംഘം പറഞ്ഞാൽ അവരുടെ അരികിലേക്ക് ചെന്നവരെ മാറോട് ചേർത്ത് പിടിച്ച് ആ കൺതടങ്ങളിൽ ചുംബിക്കുകയാണ്. തൂബാ ലി ഐനൈനി റഅതാ റസൂലല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കണ്ണുകളെ, ആ മദീന കണ്ട കണ്ണുകളെ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത കണ്ണുകളാണ്. ആ കണ്ണുകളെ ചുംബിച്ചുകൊണ്ട് സായൂജ്യമടഞ്ഞ ആ മഹാനായ മനുഷ്യൻ ഇന്ന് ഓർക്കപ്പെടുകയാ, പ്രിയപ്പെട്ടവരെ. ഇതാണ് ജീവിതം, അതാണ് ജീവിതം. ആ ലഹരി നമുക്കും അനുഭവിക്കാൻ കഴിയും. അതാണ് ലഹരി, അതുമാത്രമാണ് ലഹരി. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഒന്ന് ഖുർആൻ തുറന്നു വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് വല്ലാത്ത മടി തോന്നുന്നുണ്ടോ? അടിയന്തിരമായി നമ്മുടെ കൽബിനെ ചികിത്സിക്കൽ അനിവാര്യമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെ എല്ലാവരെയും അള്ളാഹു നന്നാക്കി തരട്ടെ. പഠിച്ചോനെ, പരിശുദ്ധ റമളാനാണ് വരുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ആയാ പോരല്ലോ റബ്ബേ എന്നെങ്കിലും ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ വരാൻ അള്ളാഹുവേ ഈ സംസാരം, ഈ സദസ്സ് ഒരു കാരണമാക്കി തരണേ തമ്പുരാനെ. അഭിവന്ദരായ സയ്യിദ് അവറുകൾ നമ്മുടെ സദസ്സിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. പുറത്തു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ മഹനീയമായ മജ്‌ലിസിലേക്ക്, മുബാറക്കായ സദസ്സിലേക്ക് അവർ കടന്നു വന്നിരിക്കണം. തിങ്കളാഴ്ച രാവാണ്, റജബ് മാസമാണ്, സയ്യിദ് അവറുകളുടെ ദുആയുടെ മജ്‌ലിസാണ് ഇൻഷാ അല്ലാഹ്. ആരും മാറി നിൽക്കരുത്. സ്വലാത്ത് വാർഷികത്തിന്റെ മനോഹരമായ മജ്‌ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരല്പനേരം അഭിവന്ദരായ സയ്യിദ് അവറുകൾ വരുന്നത് വരെയുള്ള നേരം ഇൻഷാ അല്ലാഹ്. ഇത്ര നേരം നമ്മളിങ്ങനെ പറയായിരുന്നല്ലോ, പല കാര്യം പറയുക, കേൾക്കുക, ഇതായിരുന്നു. ഇനി നമുക്ക് ആ പരിശുദ്ധമായ മദീനയെ നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാലോ? ഇതാ ഈ 4000 കിലോമീറ്ററുകൾക്ക് അകലെ ഇരുന്നിട്ട് ഈ 1400 വർഷങ്ങൾക്ക് ശേഷം ആ പരിശുദ്ധമായ മദീനയെ നമ്മുടെ മനസ്സിൻ്റെ കണ്ണിൽ ഒന്ന് കാണാൻ ശ്രമിച്ചാലോ പ്രിയപ്പെട്ടവരെ? ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ മറ്റു ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. ആ ഈമാന്റെ മധുരം, അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് ഈ സദസ്സിൽ നിന്ന് കിട്ടണ്ടേ? നാം ഈ ചൊല്ലുന്ന സ്വലാത്തുകൾ, നാം ഈ പറയുന്ന മദ്ഹുകൾ, ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്തായ നന്മകൾ, അത് നമ്മൾ പറയുമ്പോൾ, കേൾക്കുമ്പോൾ, ചൊല്ലുമ്പോൾ, പാടുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറയുന്നുവെങ്കിൽ, നമ്മുടെ മനസ്സൊന്ന് പിടയുന്നുവെങ്കിൽ, ആ ഈമാനിൻ്റെ പ്രകാശം എവിടെയോ നമ്മുടെ കൽബിലുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൻ്റെ വാതിലുകളെ നീ ഹിദായത്തിന് വേണ്ടി തുറന്നു തരണേ തമ്പുരാനെ. ആ കൽബിൻ്റെ ഹറാമുകളുടെ ഇരുട്ട് നിറഞ്ഞ ഉള്ളറകളിലേക്ക് മഹബ്ബത്തിൻ്റെ വെളിച്ചം നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണടച്ച് ഒരല്പനേരം നമ്മുടെ മനസ്സൊന്ന് ശാന്തമാക്കണം. ഇനി മറ്റു ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ്. അഭിവന്ദരായ സയ്യിദ് അവറുകൾ വന്നു കഴിഞ്ഞാൽ
നമ്മൾ ദുആ ചെയ്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കും. എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച് മനസ്സൊന്ന് ശാന്തമാക്കുക. പ്രിയപ്പെട്ടവരെ, കുറേ ഇങ്ങനെ എന്തെങ്കിലും ചെവി കൊണ്ട് കേട്ട് തിരിച്ചു പോയാൽ മതിയോ? നമുക്ക് ഖൽബിൻ്റെ ഉള്ളിലേക്ക് അതൊന്ന് ഇറങ്ങണ്ടേ? അതുകൊണ്ട് ഈ മജ്ലിസ് ഒരു മാറ്റത്തിൻ്റെ കാരണമാവണം. പഠിച്ചോനെ എനിക്കൊന്ന് നന്നാവണം എന്നാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർ ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് നിങ്ങളുടെ മനസ്സ് എൻ്റെ വാക്കുകൾക്കൊപ്പം ഒന്ന് സഞ്ചരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രി ഒരു തൗബയുടെ രാത്രിയായി, ഒരു പശ്ചാത്താപത്തിൻ്റെ രാത്രിയായി, മദീനയെ ഖൽബ് കൊണ്ട് കാണുന്ന ഒരു രാത്രിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നമ്മുടെ ശരീരം ഇവിടെയുണ്ട്, പക്ഷെ മനസ്സെവിടെയുമാണ്. ഇനി അങ്ങനെയല്ല, നമ്മുടെ മനസ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഈ സദസ്സിലേക്ക് ആവാഹിച്ചെടുക്കണം. സാധാരണ നിങ്ങളോട് കണ്ണടക്കാൻ പറയുമ്പോൾ ഞാനും പൂർണ്ണമായി കണ്ണടച്ച് ശരിക്കും അതിൽ മുഴുകിയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും സമയം പോകുന്ന പോലെ അറിയാറില്ല. പക്ഷേ ഇന്ന് ഞാൻ പൂർണ്ണമായിട്ട് കണ്ണടക്കൂല, കാരണം സയ്യിദവറുകൾ എൻ്റെ ഇടക്ക് വന്നാൽ നമുക്ക് കാണൂല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ണടച്ചോളൂ, ഞാൻ ആ സമയമാകുമ്പോൾ പറയും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മദീന ചിത്രങ്ങളിലെങ്കിലും ജീവിതത്തിൽ കണ്ടവരാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കണ്ട മനോഹരമായ രൂപമാണ്, ചിത്രമാണ് മദീനയുടെ ആ പച്ചക്കുബ. നമ്മൾ മദ്രസയിലേക്ക് പോകുന്ന നേരത്ത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ചു പോകുന്ന നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടയിൽ ആ പരിശുദ്ധമായ പച്ചക്കുബയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര മനോഹരമാണ് ആ മദീന! നമുക്ക് കണ്ടുകൊണ്ടൊന്ന് കാണണ്ടയോ പ്രിയപ്പെട്ടവരെ? ഈ പരിശുദ്ധമായ റജബിൻ്റെ രാത്രിയിൽ വിശുദ്ധ മദീനത്ത് ഒരുമിച്ച് കൂടി ഇവരെത്ര സൗഭാഗ്യവാന്മാരാണ്. മദീനയിൽ ഇപ്പോൾ ഏകദേശം സമയം ഇശാ നിസ്കാരം കഴിഞ്ഞ നേരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ഒരു ഒഴുക്കാണ്. ബാബുസലാമിലൂടെ ആ മനോഹരമായ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഒഴുകി വരികയാണെങ്കിലും തിക്കിത്തിരക്കുകളില്ല, അവിടെ തർക്കങ്ങളില്ല, ഒച്ചപ്പാട് ബഹളങ്ങളൊന്നുമില്ല. ശാന്തമായി അവരുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നത് ഒരേ ഒരു മധുരമന്ത്രം മാത്രമാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഒന്ന് മനസ്സറിഞ്ഞ് മദീനയെ കണ്ടുകൊണ്ട് ചൊല്ലാമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു രാത്രിയിൽ, ഒരു പാതിരാത്രിയിൽ, ഒരു പുലർച്ചെ നേരത്ത് പരിശുദ്ധ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. രാത്രി, ശാന്തമായ രാത്രിയാണ്. മാനത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ പുഞ്ചിരി തൂകുകയാണ്. തണുത്ത ഒരു കാറ്റ് ഉഹദ് മലയെ തഴുകിത്തലോടി ആ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ ആ മുറ്റത്തുകൂടെ ഇങ്ങനെ കടന്ന് നമ്മുടെ ശരീരത്തെ മുത്തം വെച്ചുകൊണ്ട് പോവുകയാണ്. നല്ല തണുത്ത രാത്രി, ശാന്തമായ രാത്രി. ആ രാത്രിയിൽ ഏറെക്കുറെ വിജനമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് കുറേ ആൾക്കാരൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല. പലരും ഉറങ്ങാൻ പോയതായിരിക്കും. എന്നാൽ കുറച്ചാൾക്കാർ അവിടെ ഉണ്ടാവും. അവർ ഉറങ്ങാതെ ഇരിക്കുന്നവരാണ്. അവർക്ക് ഉറക്കം വരില്ല. ആ മദീനത്ത് വന്ന ദിവസങ്ങൾ സ്വലാത്തുകൾ ചൊല്ലി അവരെ നേരം വിളിപ്പിക്കും. അങ്ങനത്തെ സാധുക്കളായ കുറച്ചാൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് വന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മളും ഒരാളായി അവിടെ അലിഞ്ഞു ചേരുകയാണ്. പിച്ച വെക്കും പോലെ ആ മദീനയിൽ പാവം ഫക്കീറായി നടന്നു ഞാൻ, ഒച്ചയുണ്ടാക്കാതെ പാതിരാത്രിയിൽ പാപങ്ങൾ എണ്ണി പറഞ്ഞു ഞാൻ. ആ രാത്രിയിൽ ഇങ്ങനെ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്തിരുന്നിട്ട് ജീവിതത്തെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ നമുക്ക്? കഴിഞ്ഞുപോയ 40 കൊല്ലം, 50 കൊല്ലം, 30 കൊല്ലം, 20 കൊല്ലം എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചത് എന്ന്, ആ ജീവിതത്തിലൂടെ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരുമോ? നമ്മൾ മറന്നാലും അള്ളാഹു മറന്നിട്ടില്ല. നമ്മൾ എവിടെ നിന്ന് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അള്ളാഹിന്റെ കിതാബിൽ നിന്നത് മാഞ്ഞു പോകില്ല. നാം ജീവിതത്തിലൂടെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒന്ന് മനസ്സിലൂടെ കൊണ്ടുവന്ന് നോക്കൂ നിങ്ങൾ. എത്രയെത്ര ഹറാമുകളുടെ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത്. എത്രയെത്ര ഹറാമുകളാണ് ഈ കൈകളെ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. എത്രയെത്ര ഹറാമുകളാണ് ഈ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, കാതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. വാളുപോലെ മൂർച്ചയുള്ള നമ്മുടെ നാവുകൊണ്ട് എത്ര സാധുക്കളായ മനുഷ്യന്മാരുടെ അഭിമാനത്തെ നമ്മൾ പിച്ചി ചീന്തി കീറി മുറിച്ച് അവരുടെ ചോര കുടിച്ചു. ഓർത്തെടുക്കാമോ നമുക്ക്? എത്രയെത്ര സാധുക്കളായ മനുഷ്യന്മാർ ഈ നാവിന്റെ മൂർച്ച കാരണത്താൽ അവർ വേദന കൊണ്ട് പൊളഞ്ഞു. എത്ര ആളുകളുടെ കൽബുകളെ നമ്മൾ വേദനിപ്പിച്ചു. എത്ര മോശമായ വാക്കുകൾ നമ്മൾ പറഞ്ഞു. എത്ര മനുഷ്യരുടെ പച്ച മാംസം നമ്മൾ കൊത്തി വലിച്ചു.
എത്രയെത്ര ആൾക്കാർ നമ്മുടെ ഒരു വാക്കുകൊണ്ട് വേദനിച്ചവര് പാതിരാത്രി സമയങ്ങളിൽ അവർ എഴുന്നേറ്റിരുന്നിട്ട് രാജാതിരാജനായ റബ്ബിനോട് നമുക്കെതിരെ പരാതി പറഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ തീയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ഏറ്റു പറയണ്ടേ നമുക്ക്? ആ പരിശുദ്ധമായ മദീനയല്ലാതെ ഈ പാപങ്ങളുടെ മാറാപ്പുകൾ ഇറക്കി വെക്കാൻ നമുക്ക് എവിടെയാ ഒരു അഭയമുള്ളത്? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. ആ പരിശുദ്ധമായ ഹദറത്തിൽ പൊറുക്കപ്പെടാത്ത തെറ്റുകളുണ്ടോ? അവിടെ സ്വീകരിക്കപ്പെടാത്ത തേട്ടങ്ങളുണ്ടോ? അവിടെ മാറാത്ത വ്യതകളുണ്ടോ? അവിടെ ശമിക്കാത്ത രോഗങ്ങളുണ്ടോ? അവിടെ ഏറ്റെടുക്കപ്പെടാത്ത ആവശ്യങ്ങളുണ്ടോ? അവിടെ പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ടോ? ആ പച്ച കുബ്ബയുടെ ചാരത്താണ് നമ്മളുള്ളത്. ആ മനോഹരമായ കുബ്ബയുടെ ചാരത്ത്, അതിൻ്റെ തണലിലാണ് ലോകത്തിൻ്റെ നേതാവ്. അവിടെ നന്ദി ഉറങ്ങുന്നത്. അവിടെ നിന്ന് ഉറങ്ങുകയല്ല, അവിടെ നിന്ന് നമ്മെ നോക്കിക്കാണുകയാണ്. നാം ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഓരോന്നും അവിടുത്തെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതറിഞ്ഞേ പറ്റൂ, അത് അംഗീകരിച്ചേ പറ്റൂ. നാം ചെയ്ത ഓരോ ഹറാമുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അള്ളാഹു അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നോർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുക മാത്രം ചെയ്തിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനാണ് ഈ ഹറാമുകളെ കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചത്? അവിടുന്ന് നമ്മെ സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു ദ്രോഹവും നമുക്ക് ചെയ്തിട്ടില്ല. നമുക്കെന്തെങ്കിലും ഒരു കാര്യം പ്രയാസമാണെങ്കിൽ അത് മുത്തുനബി തങ്ങൾക്കും വല്ലാത്ത പ്രയാസമായിരുന്നു. പാതിരാവിൻ്റെ യാമങ്ങളിൽ അവിടുന്ന് സുജൂദിൽ വീണുകൊണ്ട് കണ്ണുനീരോടെ തേടിയത് ഇതുവരെ പിറന്നിട്ടില്ലാത്ത നമുക്ക് വേണ്ടിയായിരുന്നു. ഈ ഉമ്മത്തിലെ അവസാനത്തെ മനുഷ്യനെയും സ്വർഗത്തിൽ കടത്താതെ എനിക്ക് സമാധാനമില്ല റബ്ബേ, എനിക്ക് പൊരുത്തമില്ല റബ്ബേ എന്ന് രാജാതിരാജനായ റബ്ബിനോട് നമുക്ക് വേണ്ടി തേടിയ ആ ഹബീബിന് നമ്മൾ ഹറാമുകളെ കൊണ്ട് വേദനിപ്പിച്ചില്ലേ? എത്ര നന്മകളാ നമ്മൾ നഷ്ടപ്പെടുത്തിയത്, എത്ര തിന്മകളാ നമ്മൾ ചെയ്തു കൂട്ടിയത്, എത്ര ഹറാമിന്റെ വഴികളിലൂടെയാ നമ്മൾ സഞ്ചരിച്ചത്, എത്ര നിസ്കാരങ്ങളാ നമ്മൾ കളാക്കി കളഞ്ഞത്, എത്ര നിസ്കാരങ്ങൾ കളാക്കി കളഞ്ഞു പ്രിയപ്പെട്ടവരെ. ഒരു നിസ്കാരം ഒരാൾ ഒഴിവാക്കി കളഞ്ഞാൽ, ഒരു നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ ആ മനുഷ്യനെ അല്ലാഹു നരകത്തിലിട്ട് ചുട്ട് കരിക്കുന്നത് 80 ഹിക്മയാണ്. ഒരു ഹിക്മ എന്ന് പറഞ്ഞാൽ, ഒരു ഹിക്മ എന്ന് പറഞ്ഞാൽ 80 കൊല്ലമാണ്. 80 ഗുണിക്കണം 80, 6400 കൊല്ലമാണ് ഒരു നിസ്കാരം ഉപേക്ഷിച്ചവന് നരകത്തിലുള്ള ശിക്ഷ. ഒരു നിസ്കാരം ഉപേക്ഷിച്ചവന് രക്ഷപ്പെടാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? പടച്ചോന്റെ മുമ്പിൽ മറുപടി ഉണ്ടോ നമുക്ക്? അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ കളാക്കി അവസാനത്തെ നിസ്കാരവും വീട്ടിയിട്ടല്ലാതെ, ഞങ്ങൾ ചെയ്ത അവസാനത്തെ തെറ്റിൽ നിന്നും തൗബ ചെയ്തിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹുവേ. നിന്നെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് വരാനുണ്ടല്ലോ. ആ ദിവസം വന്നണയുന്നതിൻ്റെ മുമ്പ് അല്ലാഹുവേ നീ ഞങ്ങളെ പൊരുത്തത്തോടുകൂടി ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന ദിവസം പടച്ചവനെ സന്തോഷത്തോടെ തൃപ്തിയോടെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ആ മഹത്തായ സൗഭാഗ്യത്തിന് വേണ്ടി മദീനത്തു ചെന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടണ്ടയോ? നമുക്ക് നേരിട്ട് കടന്നു ചെല്ലാൻ നമുക്ക് ജീവിതത്തിൽ ഭാഗ്യമുണ്ടോ എന്നറിയില്ലല്ലോ. പക്ഷെ ഈ രാത്രിയിൽ നമുക്ക് റൂഹ് കൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ആ മദീനത്തൊന്ന് കടന്നു ചെല്ലണ്ടേ? മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ആ മദീനത്തെ പച്ച കുബ ഇങ്ങനെ കണ്ണടച്ച് മനസ്സിനുള്ളിൽ കാണണം നമ്മൾ. يوم نشر كتابيا سيدي خير النبي الصلاة على النبي.
മദീന കാണണേ, പച്ചക്കുബ്ബ മനസ്സിൽ തെളിഞ്ഞു നിൽക്കണേ. ആ വെള്ളക്കൊട്ടാരത്തിന്റെ തിരുമുറ്റത്താണ് നമ്മൾ ഉള്ളത് എന്ന ബോധത്തോടുകൂടി അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹ്. തീർത്താൽ തീരാത്ത ദാഹവുമായി നിങ്ങൾ മശ്റയിൽ നാവ് പുറത്തിട്ടുകൊണ്ട് പ്രയാസപ്പെട്ട് നെട്ടോട്ടമോടുന്ന നേരത്ത് ആ പരിശുദ്ധമായ ഹൗദിൽ നിന്ന് ഞങ്ങൾക്ക് പാനം ചെയ്യാൻ അങ്ങ് അനുഗ്രഹിക്കുമോ യാ റസൂലല്ലാഹ്. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ളായാ സയ്യിദി ഖൈറൻ നബി ചൊല്ലു വസ്സലാത്തു അലൻ നബി. മദീന കാണണേ, മദീന കാണണേ. ആ മസ്ജിദുൻ നബവിയുടെ മനോഹരമായ തിരുമുറ്റത്താ നമ്മൾ ഇരിക്കുന്നത്. ആ മനോഹരമായ രാത്രിയിൽ, ഇതുപോലെ തണുത്ത മനോഹരമായ രാത്രിയിൽ ആ പച്ചക്കുബ്ബ കണ്ട് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളാണിത്. സകല തേട്ടങ്ങളും ഈ സ്വലാത്തിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. സ്വലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضايا سيدي خير النبي الصلاة على النبي على الرسول الشفيع الأبطحي عربي يا رسول الله صلى الله عليه وسلم يا حبيب الله صلى الله عليه وسلم. ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം. ആ ദിവസമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പെരുന്നാൾ. ആ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് ഞങ്ങൾ എത്തിപ്പെടുന്ന ദിവസം, ആ മനോഹരമായ വെള്ള മാർബിൾ പതിച്ച തിരുമുറ്റത്ത് കൂടെ ഞങ്ങൾ നടക്കുന്ന ദിവസം, ആ പച്ചക്കുബ്ബയുടെ ചാര ഞങ്ങൾ വന്നു നിൽക്കുന്ന നേരം, കണ്ണു നിറയുവോളം ആ മനോഹരമായ ദൃശ്യം ഞങ്ങൾ കാണുന്ന നേരം, മനസ്സ് നിറയുവോളം ആ പരിശുദ്ധമായ ഹളറത്തിൽ സ്വലാത്ത് സലാമുകൾ സമർപ്പിക്കുന്ന ആ മനോഹരമായ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു നബിയേ. ആ ദിവസത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുമോ യാ റസൂലല്ലാഹ്. മദീനത്തേക്കൊന്ന് വിളിക്കുമോ ഹബീബേ. ആ പുണ്യഭൂമിയിലൊന്നടയാൻ ഞങ്ങൾക്കൊരവസരം നൽകുമോ യാ റസൂലല്ലാഹ്. ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ, എൻ്റെ ഹൃദയത്തിനിരുളങ്ങുമാറാൻ. ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ. തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ, തൂബാലക എന്ന് ചൊല്ലാമോ മെല്ലെ. പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ, പാപക്കറ കണ്ട് പിണങ്ങല്ലേ നൂറേ. പാദം വിറ കൊണ്ട് തളരുന്നു താനേ, പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ. പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ. ആ പച്ചക്കുബ്ബ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരണം. ഹറാമുകൾ മനസ്സിൽ മുറ്റി നിൽക്കുന്നവർക്ക് ആ മനോഹര ദൃശ്യം കാണാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ. എന്നാൽ മനസ്സിൽ മഹബത്തിന്റെ തെളിനീരുള്ളവർക്ക് ഒരു കണ്ണാടിയിൽ എന്ന പോലെ
ആ പച്ചക്കുബ്ബ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ഇപ്പോൾ അവർക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിന്റെ അകത്തളങ്ങളിൽ ആ മഹബ്ബത്തിന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുനമേ, ഇഷ്കറിയാതെ പാടിടുന്നവർ സ്നേഹഗീതവും കേൾക്കണേ. ചൊല്ലോ സ്വലാത്തു. കണ്ണുകളടച്ച് മനസ്സിനെ മദീനത്തേക്ക് ചേർത്ത് വെച്ച് ആ മദീന മാത്രം മനസ്സിൽ കണ്ട് ഈ രാത്രികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സിയാറത്ത് നമ്മുടെ ഈ റൂഹിന്റെ സിയാറത്താണെന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവെടിയല്ലേ യാ നബി, മൗത്തിനേരത്തും ഉമ്മത്തിയെന്നു രത്തോരാണെൻ്റെ വാരിദി. സ്വലാത്തു. പ്രിയപ്പെട്ടവരെ, ആ പച്ച കുബ്ബ ഇങ്ങനെ കാണണം. നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോന്ന് അറിയില്ലല്ലോ. ഈ രാത്രി നമ്മുടെ കൽബിന്റെ കണ്ണുകൊണ്ടെങ്കിലും അകക്കണ്ണുകൊണ്ടെങ്കിലും ആ മദീനയൊന്ന് കാണണ്ടേ നമുക്ക്. അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിലൊന്നായി ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണേ സയ്യിദേ. അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.